ഇതിനിടയ്ക്ക് രാവിലെ ആയോ? അമ്മത്തെ വിളക്കും പിടിച്ചോണ്ട് അങ്ങോട്ടാ. ആ നോട്ടത്തിലെല്ലാം ഉണ്ട്. വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് കഴുകി വെക്കാൻ വേണ്ടി പോവാ. സ്കൂളിൽ പോകുന്ന സമയമായി. എന്നിട്ട് കിടന്നുറങ്ങുന്നുള്ള ആ കള്ളപ്പാട്ട് മോനെ എന്നാണ് ആ നോട്ടത്തിലുള്ളത്. ഭാഗ്യം ഒരു ചെറിയ ഡയൽ തന്നെ എല്ലാം ഒതുക്കി. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യം മഴ. ഈ മഴയുടെ തണുപ്പ് ശരീരത്തെ കട്ടിലേക്ക് വളരെയധികം ആകർഷിക്കുന്നു. ഇന്ന് സ്കൂളിൽ പോകണോ അതോ മടി പിടിച്ച് കിടക്കണോ? മടി പിടിച്ച് കിടക്കാം. അല്ലെങ്കിൽ വേണ്ട, നാളെ വെള്ളിയാഴ്ച, നാളെ അവധിയെടുത്ത 3 ദിവസം അടുപ്പിച്ച് വീട്ടിൽ കിടന്നുറങ്ങാം. ബുദ്ധിപരമായി ചിന്തിച്ച് നീങ്ങണം, ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല. നീ ഇതുവരെ എണ്ണീച്ചില്ലയോ? നിന്റെ അച്ഛനൊരു ഗിഫ്റ്റ് മേടിച്ചു വെച്ചേക്കുന്നു. എന്നാലും എന്തായിരിക്കും ഒരു ഗിഫ്റ്റ്? സ്കൂൾ ബാഗായിരിക്കും, വാട്ടർ ബോട്ടിൽ, പെൻസിൽ, കട്ടർ, റബ്ബർ, അല്ലെങ്കിൽ കഴിക്കാൻ വല്ലതും ആയിരിക്കും. എന്തായിരിക്കും? എന്താണെന്ന് അറിയാതെ മനസ്സിലൊരു സമാധാനം കിട്ടുന്നില്ല. ഈ മഴയത്തിടാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചെരുപ്പ്, വെള്ളച്ചെരുപ്പ്. തന്തേ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ പണ്ടേ മഴയത്തിടാൻ പറ്റിയ നല്ല ബെസ്റ്റ് കളർ ചെരുപ്പ്. തള്ളെ പറഞ്ഞിട്ടും കാര്യമില്ല, തള്ളയും കടക്കാം. കഴിക്കാൻ എന്തുവാ ഇഷ്ടപ്പെട്ടതാ? ആ കണ്ണിലുണ്ടല്ല ഉപ്പുമാവ്. എന്റെ വീക്ഷണ കോണം വീണ്ടും തെറ്റി. അയ്യോ, ഇഷ്ടമായില്ലയോ? എങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി തരാം. പുട്ടിനേക്കാളും നല്ല ദോശ തന്നെ, ഗോതമ്പ് ദോശ പറയാം. ഗോതമ്പ് ദോശ എടുക്കൂ, ഇച്ചിരി പഞ്ചാര ഇട്. വേറെന്തെങ്കിലും ചോദിച്ചാലോ? അമ്മ വേറെന്തെങ്കിലും കിട്ടൂ? സൊമാലിയയിൽ എത്രയോ കുട്ടികളാ അന്നം കിട്ടാ. അമ്മേ എടുത്തോളൂ ഗോതമ്പ് ദോശ. ഹായ്, നല്ല വെയില്, മഴ കനക്കാനാന്ന് തോന്നുന്നു. അമ്മ കാണാതെ പഴയ ചെരുപ്പിടോണ്ട് പോയാലോ? She perfectly blocked me. ഭാഗ്യം, ചള്ളകാലി തെറിച്ചില്ല. ഓരോ അടി സൂക്ഷിച്ച് തന്നെ വെക്കണം. സർക്കസിലെ തന്ത്രവിദ്യകൾ ഇവിടെ അഭ്യസിക്കേണ്ടി വരും. എവിടെ പോകുന്നു? കണ്ടത് തോന്നുന്നു. കോളേജിൽ പോകാൻ തോന്നുന്നു. ആ, സ്കൂളിൽ പോവാണ്. 4 ലക്ഷം പോയി പഠിച്ചിട്ട് ഇയാളത് പണിക്ക് പോയട്ടെ. മഴ സമയത്ത് ഇടാൻ പറ്റിയൊരു നല്ല ചെരുപ്പ്, അത് അങ്ങേരിട്ടേക്കുന്ന. റോഡാണെന്ന് പറഞ്ഞ് റോഡിൽ മൊത്തം കുഴികൾ നിർമ്മിച്ചു വച്ചേക്കുന്നു. ഇതെന്തൊരു വിരുദ്ധഭ്യയം. എന്തോ ഒന്ന് പറയാൻ വേണ്ടി മനസ്സിൽ വന്നു, പക്ഷെ കിട്ടുന്നില്ല. യെസ്, മിഷൻ പാസ്റ്റ്. റെസ്പെക്ട് 1000+. ചെരുപ്പിൽ ഒരു തുള്ളി അഴുക്ക് പോലും പറ്റിയില്ല. വാട്ട് എ പതറ്റിക് കണ്ടീഷൻ. എന്നത്തെയും പോലെ പുച്ഛം മാത്രം. ബട്ട് ഐ ഡോണ്ട് കെയർ. ഇമാതിരി ലൂസ് ടോക്സിന് എനിക്ക് താല്പര്യമില്ല. ഹായ് സ്റ്റുഡൻസ്, ഇപ്പം മഴയൊക്കെയാണ്, എല്ലാവർക്കും ഉറക്കമൊക്കെ വരും. നമ്മളൊരു കവിത പഠിക്കാൻ പോവാണ്. അപ്പൊ കൺഫേം ആയിട്ട് ഉറക്കം വരും. ഞാൻ ഇപ്പോഴേ ഉറങ്ങാൻ പോവാ. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു മലയാളം കവിതയാണ്, ഒരു മഴയെക്കുറിച്ചുള്ള. മഴയെക്കുറിച്ചുള്ള കവിത എന്ന് പറഞ്ഞപ്പം തന്നെ മാനത്ത് കാർമേഘം. മഴ ഇപ്പം തന്നെ വരും, ശക്തമായി പെയ്യും. എടാ മഴ പെയ്യുന്നു പഠിപ്പീര് നടക്കത്തില്ല. അപ്പൊ കുഞ്ഞുണ്ണി മാഷിൻ ഇപ്പം വായിക്കുന്നുള്ള കരച്ചിലുകൾ പഠിക്കാൻ പോകുന്നത് സ്ഥിരം ക്ലീശേ. പക്ഷെ സാർ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യും? സാറിന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കേൾക്കുന്നില്ലെന്ന് ഉറപ്പാണോ? സാർ ഞാൻ വിചാരിച്ച പോലല്ല. ഹീസ് ബ്രില്യന്റ്. ഇതിനെ അവർക്ക് തകർക്കാൻ പറ്റത്തില്ല. അയ്യോ സാറേ, ഒന്നും കാണുന്നില്ല. ഹീസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്. അർത്ഥം അറിയത്തില്ല എന്തോ സംഭവമാണ്. എന്തോ കാണുന്നില്ലെന്നോ വെട്ടമടിക്കുന്നെന്നോ? കുഴപ്പമില്ല, ഇങ്ങോട്ട് മാറ്റി വെച്ച് തരാം. ഇപ്പൊ വെട്ടമടിക്കുന്നുണ്ടോ? നോക്ക്. മണ്ടനെ പോലെ ഇരുന്നാലും ഹീസ് എക്സ്ട്രീംലി ബുദ്ധിമാൻ. അവന്മാര് പെട്ടു.
പരിപാടി എല്ലാം തീർന്നു. ബുക്ക് എടുത്തോ. മഴയും വേണം, കുടയിലൊത്തിരി തീയും വേണം. ഇന്റർവെൽ ആയിക്കോട്ടെ, ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിൽ. കരളിലൊത്തിരി കനുവും വേണം, കയ്യിലൊത്തിരി കാശും വേണം. കനുവും വേണം, കാശും വേണം. ഇൻട്രോലായി പൊക്കോ. പക്ഷെ മൊത്തം എഴുതിയിട്ടേ പോവാ കേട്ടോ. പുതിയ ചെരുപ്പ് മേടിച്ചാ കാല് പിടിക്കാണല്ല. എന്തുകൊണ്ട് ഇത് അമ്മ കൂടെ എനിക്കെന്താ പറയാനുണ്ടെന്ന് പറ. കേട്ടെ, ഈ കാല് പിറന്ന കാളുടെ അടുത്ത് ഇപ്പം സംസാരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എല്ലൊടിയും. അതുകൊണ്ട് ഇപ്പം വേണ്ട, പിന്നീടാവാം. അവന്റെ ഒരു മുട്ടൻ ചെരുപ്പ്. ഇതിനെ പറയാനുണ്ടോടാ? ക്ലാസ് അങ്ങനെ ഉണ്ടായിരുന്നടാ. ആസ് യൂഷ്വൽ. ആ ഇതേത് ഈ ചെരുപ്പ്? ചെറുക്കൻ ചെരുപ്പ് മാറിയിട്ടുണ്ടോന്ന് വന്നേ. ചെറുക്കൻ്റെ ഒരു കാര്യം. Subscribe, 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 subscribe.